Hello students, welcome to the class of graph theory. ഇന്ന് നമുക്ക് രണ്ട് തിയറംസ് നോക്കാം. അതായത് എ ഗ്രാഫ് ഓഫ് n vertices is a complete graph if its chromatic polynomial is Pn of lambda equal to lambda into lambda minus 1 into lambda minus 2 into etc. up to lambda minus n plus 1. അതായത് ലാംഡ മൈനസ് ഓഫ് എൻ മൈനസ് വൺ എന്നതാണ്. എൻ മൈനസ് വൺ ടേം വരെ ഇത് എക്സ്റ്റെൻഡ് ആവുന്നതാണ്. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? കളേഴ്സാണ്. ലാംഡ കളേഴ്സാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സോ ഹിയർ ലാംഡ എന്ന് പറയുന്നത് കളേഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് രണ്ട് വേർട്ടെക്സ് എടുത്താലും രണ്ട് വേർട്ടിസസ് എടുത്താലും അവർ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അതാണ് കംപ്ലീറ്റ് ഗ്രാഫ്. അപ്പോൾ നമ്മൾ ഒരു വേർട്ടെക്സ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ്. സോ ലെറ്റ് us കൺസിഡർ എ വേർട്ടെക്സ് വി ഓഫ് എ ഗ്രാഫ് ജി വിത്ത് n വേർട്ടിസസ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കാം. ആ കംപ്ലീറ്റ് ഗ്രാഫ് എടുത്തിട്ട് അതിൽ നമ്മളൊരു വേർട്ടെക്സ് വി നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലാംഡ. ഇപ്പം ഞാനിവിടെ K4 എന്ന ഗ്രാഫാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഈ വേർട്ടെക്സ് ആണ് ഞാൻ കളർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഞാൻ കൊടുക്കേണ്ടത്, എൻ്റെ കയ്യിൽ എത്ര കളേഴ്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്? ലാംഡ കളേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ ലാംഡയിൽ നിന്ന് ഒരു കളറ് ഞാൻ സെലക്ട് ചെയ്ത് ഈ ഒരു വെർട്ടെക്സിന് കൊടുക്കുന്നു. അപ്പോൾ ആ കളറ് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഈ വെർട്ടെക്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് വേർട്ടിസസിന് ഈ കളർ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കമ്മിങ് ടു ദ നെക്സ്റ്റ് വേർട്ടെക്സ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര കളേഴ്സ് ഉണ്ട്? അതായത് ആ കളർ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള കളേഴ്സ് ലാംഡ മൈനസ് 1 കളേഴ്സ്. അപ്പോൾ ലാംഡ മൈനസ് 1 കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വേർട്ടെക്സ് കളർ ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻ ലാംഡ minus 1 color, you can select any one of the color. ഇനി അടുത്ത വെർട്ടെക്സ് എടുക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വെർട്ടെക്സ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അതായത് ഈ വെർട്ടെക്സും കണക്റ്റഡ് ആണ്, ഇവിടെയും കണക്റ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരുന്നതെങ്കിൽ അവിടെ ലാംഡ കളേഴ്സ് വേണം, ലാംഡ മൈനസ് 1 കളേഴ്സ്, ലാംഡ മൈനസ് 2 കളേഴ്സ്. കാരണം ഇതിൽ ഈ മൂന്ന് വേർട്ടിസസും തമ്മിൽ കണക്റ്റഡ് ആണ്. സോ വി നീഡ് 3 ഡിസ്റ്റിങ്ക്റ്റ് കളേഴ്സ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ലാംഡ മൈനസ് 1, ലാംഡ മൈനസ് 2 വരുന്നുണ്ട്. Now coming to the next vertex, അടുത്ത വെർട്ടെക്സ് വരുമ്പോൾ ആ വെർട്ടെക്സ് ബാക്കിയുള്ള എല്ലാ വെർട്ടിസസുമായിട്ട് കണക്റ്റഡ് ആണോ നോക്കിയേ. ഈ വെർട്ടെക്സുമായിട്ട് കണക്റ്റഡ് ആണ്, ഈ വെർട്ടെക്സുമായിട്ട് കണക്റ്റഡ് ആണ്, ഇവിടുന്ന് ഈ വെർട്ടെക്സുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എനിക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 3 കളേഴ്സും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പോയിട്ട് 3 എണ്ണം പോയിട്ട് ബാക്കിയുള്ളതിൽ മാത്രമേ എനിക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ 3 കളേഴ്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മുടെ കയ്യിൽ ലാംഡ മൈനസ് 3 കളേഴ്സ്. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ ഫോർ K4, ഇത് K4 ഗ്രാഫാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ P4 ഓഫ് ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 ഇൻറ്റു ലാംഡ മൈനസ് 3 ഈസ് ദ കളറിംഗ് മെത്തേഡ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആദ്യം ഇതേ പ്രോസസ്സിനെ ഇപ്പം നമ്മൾ സ്റ്റെപ്പായിട്ട് എഴുതണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കംപ്ലീറ്റ് ഗ്രാഫ്, അപ്പോൾ വെർട്ടെക്സിൻ്റെ നമ്മൾ ഏത് ഗ്രാഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്? കംപ്ലീറ്റ് ഗ്രാഫാണ് നമ്മളിവിടെ എടുക്കുന്നത്. ആ കംപ്ലീറ്റ് ഗ്രാഫിൽ ഒരു വെർട്ടെക്സ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര കളേഴ്സ് ഉണ്ട്? ലാംഡ കളേഴ്സ് ടു കളർ ദ ഗ്രാഫ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ടു കളർ ദ വെർട്ടെക്സ് വി ദർ ആർ ലാംഡ കളേഴ്സ്. ദാറ്റ് മീൻസ് ദർ ഇസ് ലാംഡ ഡിഫറെൻറ്റ് വേസ് ഓഫ് കളറിങ് ദ സെലക്റ്റഡ് ഐറ്റംസ്. നമ്മുടെ കയ്യിൽ ലാംഡ കളേഴ്സ് ഉണ്ട്. ഔട്ട് ഓഫ് ലാംഡ വി സെലക്ട് വൺ ഓഫ് ദ കളർ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലാംഡ കളേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ലാംഡ ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ വി എന്ന് പറയുന്നത് കളർ ഇറ്റ് വിത്ത് എനി വൺ ഓഫ് ദ ലാംഡ കളേഴ്സ് ഇൻ ഹൗ മെനി വേസ്? ലാംഡ വേസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വെർട്ടെക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോപ്പർ കളറിംഗ് ആണ്. പ്രോപ്പർ കളറിംഗ് ആകുമ്പോൾ ഏത് രണ്ട് അഡ്ജസൻറ്റ് വെർട്ടിസസ് ആണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് കളേഴ്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് വെർട്ടെക്സിന് നമ്മൾ എങ്ങനെയാണ് കളർ ചെയ്യേണ്ടത്? നമ്മുടെ ഫസ്റ്റ് കളർ കൊടുക്കാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ദേ ആർ അഡ്ജസൻറ്റ്. അങ്ങനെയാണെങ്കിൽ വി റിമൂവ് ദാറ്റ് കളർ. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കളർ പോയി കഴിഞ്ഞു. അന്നേരം നമ്മുടെ കയ്യിൽ എത്ര കളേഴ്സാണ് വരുന്നത്? ലാംഡ മൈനസ് 1 കളേഴ്സ്.
അതേപോലെ തേർഡ് സ്റ്റെപ്പ് വരുമ്പോൾ അതേ പ്രോപ്പർ കളറിങ്. കാരണം അടുത്ത തേർഡ് വെർട്ടെക്സും ഇവിടെ എന്താണ് കണക്റ്റഡ് ആണ്. കാരണം എന്താണ്, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഗ്രാഫാണ്. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് ആകുമ്പോൾ ഏത് രണ്ട് വേർട്ടിസസ് എടുത്താലും അവർ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. സോ ഇവിടെ പ്രോപ്പർ കളറിങ്ങേ നമുക്ക് പോസിബിൾ ഉള്ളൂ. ഫസ്റ്റ് കളർ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് വെർട്ടെക്സിന് ആ കളർ കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വെർട്ടെക്സ് ആർ അഡ്ജസൻറ്റ്. തേർഡ് വെർട്ടെക്സ് എടുക്കുമ്പോൾ ഫസ്റ്റ് കളറും കൊടുക്കാൻ പറ്റില്ല, സെക്കൻഡ് കളറും കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് അഡ്ജസൻറ്റ് വിത്ത് ഫസ്റ്റ് കളേഴ്സ് ആൻഡ് ദ സെക്കൻഡ് കളർ വെർട്ടെക്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. ഞാനിപ്പോൾ പറഞ്ഞ ആ എക്സാമ്പിളിൽ പറഞ്ഞ അതിനെ നമ്മളിവിടെ സ്റ്റെപ്പായിട്ട് എഴുതുവാണ്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് വെർട്ടെക്സ് കളർ ചെയ്യുന്നു, പ്രോപ്പർ കളറിങ്, ആൻഡ് തേർഡ് വെർട്ടെക്സിനെ നമ്മൾ ഇതുപോലെ കളറിങ് ചെയ്യുന്നു, ആൻഡ് nth വെർട്ടെക്സിനെ നമ്മൾ എത്ര കളർ കൊടുക്കും. അപ്പോൾ തേർഡ് വെർട്ടെക്സ് നമുക്ക് കളർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കളേഴ്സാണ് വന്നത് നിങ്ങൾ നോക്കിയേ. തേർഡ് വെർട്ടെക്സ് കളർ ചെയ്യുമ്പോൾ λ-2, ഫോർത്ത് വെർട്ടെക്സ് കളർ ചെയ്യുമ്പോൾ λ-3. അപ്പോൾ ഇൻ ജനറൽ n കളേഴ്സ് കളർ ചെയ്യുമ്പോൾ എത്ര വേസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്? λ-n-1. അതായത് λ-n-1 ആകുമ്പോൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് λ-n+1 വേസ്. ഇത്രയും വഴികൾ നമ്മുടെ കയ്യിലുണ്ടാവും. സോ ദിസ് വേ ഓഫ് കളറിങ് ഈസ് പോസിബിൾ. ഇതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? കാരണം ഇത് പോസിബിൾ ആവണമെങ്കിൽ തമ്മിൽ എല്ലാ വേർട്ടിസസും കണക്റ്റഡ് ആയിരിക്കണം. തമ്മിൽ എല്ലാ വേർട്ടിസസും ഏത് രണ്ട് വേർട്ടിസസ് എടുത്താലും കണക്റ്റഡ് ആവണമെങ്കിൽ അത് ഏത് ടൈപ്പ് ഗ്രാഫ് ആയിരിക്കണം? അത് തീർച്ചയായിട്ടും ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആയിരിക്കണം. സോ ദിസ് വേ ഓഫ് കളറിങ് ഈസ് പോസിബിൾ only if the vertices in G are adjacent with other vertices. When you select a vertex V, it is connected with all other vertices. Therefore, അങ്ങനത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് such type of graph is known as complete graph. So, this is possible if and only if. അതുകൊണ്ട് നമ്മൾ if and only if എന്ന് എഴുതുവാണ്. The vertices in G are adjacent with other vertices. That means if and only if the graph is a complete graph. All the vertices can be colored in lambda into λ-1 into lambda minus of n+1. Sorry, lambda minus of n, ഇവിടെ n-1 ആണ്. lambda minus of n-1 ways. That means it is lambda minus n+1. So therefore the polynomial, the chromatic polynomial Pn of lambda equal to, we can say that this is the chromatic polynomial lambda into lambda minus 1 into lambda minus 2 into etc. up to lambda minus n+1. So this is the chromatic polynomial, hence the proof. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന പ്രോബ്ലത്തിൽ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ K4 എടുത്തു. K4ൽ എങ്ങനെ നമ്മൾ കളറിങ് ചെയ്തോ അതേപോലത്തെ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. നൗ വി ഷാൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. സോ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ നമ്മൾ കണ്ടീഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഞാനതിന് പ്രൂഫായിട്ട് ഞാനിവിടേക്ക് തരുവാണ്. സോ ഇത് ചെറിയൊരു പ്രൂഫാണ്. ഇതുപോലെ ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അതായത് സപ്പോസ് ഒരു ട്രീ ആണെങ്കിൽ, അത് ഒരു ട്രീ ആണെങ്കിൽ, ഒരു ഗ്രാഫ് ഒരു ട്രീ ആണെങ്കിൽ, നേരത്തെ ഉള്ളത് കംപ്ലീറ്റ് ഗ്രാഫ് ആയിരുന്നു. അപ്പോൾ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും അവർ തമ്മിൽ എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. സോ ഇവിടെ ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു ട്രീ ആണ്. സോ അതിൻ്റെ ക്രോമാറ്റിക് പോളിനോമിയൽ ഇതാണ് എന്ന് നമ്മൾ ജനറലൈസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ശരിക്കും അത് പ്രൂഫല്ല, നമ്മൾ ജനറലൈസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. Pn of lambda equal to lambda into λ-1 into n-1. സോ നമ്മൾ ഇതിനെ പ്രൂവ് ചെയ്യുന്നത് ബൈ യൂസിങ് ദ മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ്. ഇൻഡക്ഷൻ മെത്തേഡ് ആകുമ്പോൾ വെൻ n=1 ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. n=1 ഇടുമ്പോൾ നമുക്ക് ഒരേ ഒരു വെർട്ടെക്സ് മാത്രമല്ലേ വരിക. n=1 ആകുമ്പോൾ വി കൺസിഡർ ഓൺലി വൺ വെർട്ടെക്സ്. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ഓപ്ഷൻസ് ഉണ്ട്? ലാംഡ ഓപ്ഷൻസ്. കാരണം വി ഹാവ് ലാംഡ കളേഴ്സ് ഇൻ ദിസ് ഗ്രാഫ്. അപ്പോൾ ഗിവൺ ലാംഡ കളേഴ്സ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്തിട്ട് ഇവിടെ എടുക്കുമ്പോൾ Pn of lambda is equal to n=1 ആകുമ്പോൾ P1 of lambda. അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് അനുസരിച്ച് P1 of lambda n=1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. അതായത് ലാംഡ ഇൻറ്റു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇൻഡക്ഷൻ മെത്തേഡ് വെൻ n=1 നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ ഇൻറ്റു λ-1 റേസ് ടു 1 - 1. സോ λ-1 റേസ് ടു 0. എനി വാല്യൂ പവർ 0 ഈക്വൽ ടു എത്രയാണ്? 1 ആണ്. സോ ലാംഡ ഇൻറ്റു 1 ഈക്വൽ ടു ലാംഡ ഇസ് ദ ആൻസർ. ഇനി അതിലും നമുക്ക് ട്രൂ ആണ്. ശരിക്കും പറഞ്ഞാൽ n=1 എന്ന് പറയുമ്പോൾ
ഒരേ ഒരു വെർട്ടെക്സ് മാത്രമാണ്. അവിടെ നമുക്ക് കളർ ചെയ്യാൻ ലാംഡ ഓപ്ഷൻസ് ഉണ്ട്. ദെയർ ആർ ലാംഡ വേസ് ടു കളർ എ വെർട്ടെക്സ്. നൗ നെക്സ്റ്റ് വെൻ n ഈക്വൽ ടു 2 നമ്മളിവിടെ അപ്ലൈ ചെയ്ത് നോക്കിക്കേ. അതായത് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ദ ഹോൾ റേസ് ടു 2 മൈനസ് 1 വിച്ച് മീൻസ് ദാറ്റ് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 എന്നാണ്. അപ്പോൾ അന്നേരം നമുക്ക് ഇനി ഇപ്പോൾ 2 വെർട്ടെക്സ് വരുന്ന ഒരു ഗ്രാഫ് നമുക്ക് എടുത്തു നോക്കാം. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ 2 വെർട്ടെക്സ് വരുന്ന ഗ്രാഫ് ആണെങ്കിൽ ഇതിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതൊരു ട്രീ ആണോ? യെസ്, ഇറ്റ് ഇസ് എ ട്രീ. ഇത് ഒരു ട്രീ ആണ്. അപ്പോൾ ഫസ്റ്റ് വെർട്ടെക്സ് കളർ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എത്ര ഓപ്ഷൻസ് ഉണ്ട്? നമ്മുടെ കയ്യിൽ ലാംഡ ഓപ്ഷൻസ് ഉണ്ട്. കാരണം വി ക്യാൻ കളർ ദ ഫസ്റ്റ് വെർട്ടെക്സ് വിത്ത് ലാംഡ കളർ. ലാംഡ കളേഴ്സ് അല്ല, ലാംഡ കളറിൽ നിന്ന് ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ കൊടുക്കാം. ഇനി ഇതുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സിന് നമുക്ക് ഈ സെയിം കളർ കൊടുക്കാൻ പറ്റില്ല. സോ റിമൂവ് ദാറ്റ് കളർ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കളർ കുറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ലാംഡ മൈനസ് 1 കളർ. സോ ദെയർഫോർ നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻ അതായത് Pn of lambda, P2 of lambda equal to lambda into lambda minus 1. അപ്പോൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് അനുസരിച്ച് ഈ റിസൾട്ടും ട്രൂ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് അനുസരിച്ച് നമ്മളിത് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കാനുണ്ട്. അതായത് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് n ഈക്വൽ ടു 1, n ഈക്വൽ ടു 2 ദ റിസൾട്ട് ഇസ് ട്രൂ. n ഈക്വൽ ടു 0 നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ എവിടെ നിന്നാണ് കൊടുക്കുന്നത്? 1. നമ്പർ ഓഫ് വേർട്ടിസസ് 1 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അസ്യൂം ദാറ്റ് ദ റിസൾട്ട് ഇസ് ട്രൂ ഫോർ ഓൾ ദ ട്രീസ് വിത്ത് എ നമ്പർ ഓഫ് വേർട്ടിസസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k. അതായത് k വാല്യൂസ് വരെ ട്രൂ ആണ്. k+1 ഞാനിവിടെ ട്രൂ ആണെന്ന് പറയണം. അത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ ഐ ക്യാൻ സേ ദാറ്റ് ദ റിസൾട്ട് ഇസ് ട്രൂ ഫോർ ഓൾ വാല്യൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അസ്യൂം ദാറ്റ് ദ റിസൾട്ട് ഇസ് ട്രൂ ഫോർ ഓൾ ട്രീസ് വിത്ത് എ നമ്പർ ഓഫ് വേർട്ടിസസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k. ദാറ്റ് മീൻസ് pk ഓഫ് ലാംഡ ഈക്വൽ ടു ഈ അപ്പോൾ n വാല്യൂസിന് നമുക്ക് ഫോർമുല ഇവിടെ എന്താണ്? Pn ഓഫ് ലാംഡ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ദ ഹോൾ റേസ് ടു n മൈനസ് 1. അപ്പോൾ പി കെ ഓഫ് ലാംഡ എന്ന് പറയുമ്പോൾ എന്താണ്? ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 റേസ് ടു k മൈനസ് 1. സോ ദ റിസൾട്ട് ഇസ് ട്രൂ ഫോർ ദ വേർട്ടിസസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k. റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ എടുക്കുന്നു. അതായത് അതുവരെയുള്ളത് ഈ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമ്മളിനി k+1 നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. സോ വി ഷൽ കൺസിഡർ എ ട്രീ വിത്ത് k+1 വേർട്ടിസസ്. സോ ഹിയർ ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണ്? ഫസ്റ്റ് നമ്മൾ n ഈക്വൽ ടു 1 എടുത്തു. അതിനുശേഷം n ഈക്വൽ ടു 2 നമ്മൾ കൺസിഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ബൈ യൂസിങ് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വി സേ ദാറ്റ് ദ റിസൾട്ട് ഇസ് ട്രൂ ഫോർ k വാല്യൂസ് വിച്ച് മീൻസ് ദാറ്റ് pk ഓഫ് ലാംഡ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു 1 റേസ് ടു k മൈനസ് 1 ഇസ് ട്രൂ എന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ടു പ്രൂവ് ദാറ്റ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ k+1 വാല്യൂസ് ഇസ് ട്രൂ ഫോർ k+1 വാല്യൂസ് എന്നാണ് നമ്മളിനി അടുത്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ അന്നേരം നമ്മൾ ഇവിടെ എടുക്കുന്നു വി നോ ദാറ്റ് എവറി ട്രീ വിത്ത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഹാവ് എ 2 പെൻഡന്റ് വെർട്ടെക്സ്. അപ്പോൾ ഒരു ട്രീ ആകുമ്പോൾ മിനിമം അവിടെ എത്ര പെൻഡന്റ് വെർട്ടിസസ് ഉണ്ടാവും? ഒരു ട്രീ ആകുമ്പോൾ നമ്മൾ മിനിമം 2 വെർട്ടെക്സ് ഉള്ള ട്രീ എന്ന് പറയുമ്പോഴേ ഇത് തന്നെയാണ് അല്ലേ? ഇതിൽ എത്ര പെൻഡന്റ് വേർട്ടെക്സ് ഉണ്ട്? പെൻഡന്റ് വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് ദ വേർട്ടെക്സ് ഇസ് ഈക്വൽ ടു 1 വരുന്ന വേർട്ടിസസ്. ഡിഗ്രി ഓഫ് ദ വേർട്ടെക്സ് 1 വരുന്നത് മിനിമം 2 എണ്ണമെങ്കിലും അവിടെ കാണും. കാരണം ട്രീ ആയതുകൊണ്ട്. ബിക്കോസ് ട്രീ എന്ന് പറയുമ്പോൾ കണക്റ്റഡ് ആയിരിക്കും, ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി ക്ലോസ്ഡ് ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് 2 പെൻഡന്റ് വേർട്ടിസസ് വരും എന്ന്. അതായത് പെൻഡന്റ് വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് ദ വേർട്ടിസസ് ഷുഡ് ബി ഈക്വൽ ടു 1 ആയിരിക്കണം. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. നിങ്ങൾ ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. ഇപ്പോൾ ഇത് ഒരു ട്രീ ആണല്ലോ. ഞാനിങ്ങനെ ഒരു ട്രീ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു പെൻഡന്റ് വേർട്ടെക്സ് വരുന്ന ആ ഗ്രാഫിൽ നിന്ന് ഒരു പെൻഡന്റ് വേർട്ടെക്സിനെ ഞാൻ റിമൂവ് ചെയ്യുന്നു. ചുമ്മാതല്ല, അതിൽ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ആ എഡ്ജിനെയും കൂടെ ചേർത്ത് അങ്ങോട്ട് റിമൂവ് ചെയ്യുവാണ്. അതായത് ലിസൺ ഹിയർ. സോ കൺസിഡർ എ ട്രീ വിത്ത് k+1 vertices. We know that every tree with n greater than or equal to 2 have 2 pendant vertices. So remove one of the pendant vertex. Let us take v to be one. ഈ ഗ്രാഫിൽ v എന്ന ഒരു pendant vertex ഞാൻ എടുക്കുവാണ്. സോ ഈ pendant vertexനെ ഞാനിപ്പോൾ റിമൂവ് ചെയ്യാൻ പോവാണ്. സോ റിമൂവ് ദ pendant vertex v from the graph. അതായത് ട്രീയിൽ നിന്ന് റിമൂവ് ചെയ്യുവാണ് along with the corresponding edge which is attached to the vertex u.
ഇപ്പം ഞാൻ അതിനെ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യുമ്പോൾ എൻ്റെ ഓട്ടോമാറ്റിക്കലി ഞാനിവിടെ പറയുവാണ് ഈ ഗ്രാഫിന് അതായത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അനുസരിച്ച് ഈ റൂള് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ k+1 ട്രൂ ആണോ നമ്മൾ വെരിഫൈ ചെയ്യുവാണ്. അപ്പോൾ ഒരു വെർട്ടെക്സും ഒരു എഡ്ജും പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എവിടെ വരും, അതായത് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സ് k+1 നിന്ന് ഒരു വെർട്ടെക്സ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഏത് വെർട്ടെക്സ് ആയിരിക്കും, k വെർട്ടെക്സ് ആയിരിക്കും. k വെർട്ടെക്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതായത് നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും k വെർട്ടെക്സ് ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആണ്, k വെർട്ടെക്സ് വരെ റിസൾട്ട് ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വെർട്ടെക്സും അതിൻ്റെ കൂടെയുള്ള കറസ്പോണ്ടിങ് എഡ്ജും നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ബാക്കി വരുന്നത് വി ആർ ലെഫ്റ്റ് ഓവർ വിത്ത് k വെർട്ടിസസ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല. അപ്പോൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ഇതിന് റിസൾട്ട് ട്രൂ ആണല്ലോ, നേരത്തെ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുവാണ്. ദെൻ ബൈ യൂസിങ് ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് ദിസ് ട്രീ വിത്ത് k vertices can be colored by using how many ways, lambda into lambda minus 1 raised to k minus 1 ways. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രദ്ധിക്കുക, k+1 വെർട്ടെക്സ് ആണ് നമുക്ക് തരുമ്പോൾ അതിൽ നിന്ന് ഒരു വെർട്ടെക്സും അതിൻ്റെ കറസ്പോണ്ടിങ് എഡ്ജും നമ്മൾ റിമൂവ് ചെയ്തു. അന്നേരം നമുക്ക് ബാക്കി വരുന്നത് നമുക്ക് k വെർട്ടിസസ് ആണ്. ആൾറെഡി നമ്മൾ അവിടെ അസ്യൂം ചെയ്ത ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k വരെ ട്രൂ ആണ്. ക്യാൻ ബി കളേർഡ് ഇൻ ഹൗ മെനി വേസ്, ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 റൈസ് ടു k മൈനസ് 1 വേസ് വെച്ച് നമുക്ക് കളർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആഫ്റ്റർ കളറിങ് ഓൾ ദ വേർട്ടിസസ് ഓഫ് ദ ട്രീ അറ്റാച്ച്. അപ്പോൾ നമ്മളിപ്പോൾ കളറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പെൻഡൻറ്റ് വേർട്ടെക്സ്, അതായത് ആ വെർട്ടെക്സും ആ എഡ്ജും നമ്മൾ തിരിച്ചുകൊണ്ട് എവിടെ എടുത്തോ അവിടെ തന്നെ കൊണ്ട് റീപ്ലേസ് ചെയ്യുവാണ്. റീപ്ലേസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് അവിടെ തന്നെ തിരിച്ചുകൊണ്ട് നമ്മൾ വെക്കുന്നു. ആഫ്റ്റർ കളറിങ് ഓൾ ദ വേർട്ടിസസ് ഓഫ് ദ ട്രീ അറ്റാച്ച് ദ പെൻഡൻറ്റ് വേർട്ടെക്സ് അലോങ് വിത്ത് ദ എഡ്ജ് ടു ദ ട്രീ ടു ദ വേർട്ടെക്സ് യു. ടു ദ സെയിം വേർട്ടെക്സ് യു നമ്മൾ അറ്റാച്ച് ചെയ്യുവാണ്. നമ്മൾ അവിടെ കൊണ്ട് തിരിച്ച് അറ്റാച്ച് ചെയ്യുമ്പോൾ അന്നേരം നമുക്ക് എന്ത് തിരിച്ച് അവിടെ നിന്നല്ല എവിടെ കൊണ്ട് നമ്മൾ അറ്റാച്ച് ചെയ്താലും എന്തായിരിക്കും, അത് പെൻഡൻറ്റ് വേർട്ടെക്സ് തന്നെയായിരിക്കും അല്ലേ. സോ വി കനോട്ട് യൂസ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ബാക്കി എല്ലാ വെർട്ടെക്സിനും k കളറിങ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ k കളേഴ്സ് ഒന്നും തന്നെ നമുക്ക് ഈ വെർട്ടെക്സിന് ഇവിടെ കൊടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്, നമുക്ക് ഈ വെർട്ടെക്സ് അതായത് യുവിന് കൊടുത്ത കളറ്, ഇപ്പോൾ സപ്പോസ് നമ്മളിവിടെ റെഡാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ റെഡ് കളറ് ഈ യുവിന് കൊടുക്കാൻ പറ്റില്ല. അതൊഴികെ വേറെ ഏത് കളർ കൊടുക്കാൻ പറ്റും നമുക്ക്, അതായത് ഈ ബാക്കിയുള്ള കളേഴ്സ്, ബാക്കി വെർട്ടിസസിന് കൊടുത്ത കളേഴ്സ് എല്ലാം തന്നെ ഇവിടെ കൊടുക്കാൻ പറ്റും. കാരണം വി വെർട്ടെക്സിന്, ഇത് വി വെർട്ടെക്സ് ആണ്, വി വെർട്ടെക്സിന് റെഡ് മാത്രം കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ വി വെർട്ടെക്സ് യുവുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്. യുവിന് കൊടുത്തിരിക്കുന്ന കളറ് റെഡാണ്. അപ്പോൾ യു റെഡ് ആണെങ്കിൽ വിക്ക് റെഡ് കൊടുക്കാൻ പറ്റില്ല. സോ വി ക്യാൻ ഗിവ് എനി ഓഫ് ദ കളേഴ്സ് വി ഹാവ് ഗിവൺ ഹിയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വി വെർട്ടെക്സിന് എന്തായിരിക്കും കളറിങ് ഓപ്ഷൻ, നമ്മുടെ കയ്യിൽ ലാംഡ കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ ലാംഡ കളറിൽ ഒരു കളറായ റെഡാണ് യുവിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിക്ക് റെഡ് കൊടുക്കാൻ പറ്റില്ല, കാരണം വി യുവുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്. അന്നേരം ആ ഒരു കളർ ഒഴികെ ബാക്കി ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ലാംഡ കളേഴ്സിൽ റെഡ് എന്ന ഒരു കളർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി നമ്മുടെ കയ്യിൽ ലാംഡ മൈനസ് 1 കളേഴ്സ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അത് ഉപയോഗിച്ച് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് കളർ ചെയ്യാൻ പറ്റും. സോ ദ പെൻഡൻറ്റ് വെർട്ടെക്സ് വി ക്യാൻ ബി കളേർഡ് ഇൻ ഹൗ മെനി വേസ്, ലാംഡ മൈനസ് 1 വേസ്. സോ ദിസ് ഇസ് എ കോൺസെപ്റ്റ്, ഒരു ജനറൽ കോൺസെപ്റ്റ് ആണ്. ഒരു ട്രീ എടുക്കുന്നു, അതിലൊരു വെർട്ടെക്സ് എടുക്കുന്നു, ആ വെർട്ടെക്സിൽ നിന്ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ എഡ്ജും കൂടി ചേർത്ത് നമ്മൾ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ k വെർട്ടിസസ് ആവുന്നു. k വെർട്ടിസസിന് k കളറിങ് കൊടുക്കുന്നു. അതുപോലെ സപ്പോസ് നമ്മൾ യു എന്ന വെർട്ടെക്സിന് ഒരു കളർ കൊടുക്കുകയാണെങ്കിൽ അതുമായിട്ട് അറ്റാച്ച് ആവുന്ന വി വെർട്ടെക്സിന് ആ കളർ കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അതർ ദാൻ ദ കളർ ഇറ്റ് ഈസ് കളേർഡ് ഇൻ യു, നമുക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ബി കളേർഡ് ഇൻ ലാംഡ മൈനസ് 1 വേസ്. Therefore pk plus 1 is equal to, ആദ്യം നമ്മൾ എത്ര കളർ കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ വെർട്ടിസസിനും, ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 റൈസ് ടു k മൈനസ് 1 വേസ് ഇൻറ്റു ഇതിൻ്റെ ഒരു കളറും കൂടി
മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇൻറ്റു ലാംഡ മൈനസ് 1. സോ ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 റേസ് ടു ഇതിൻ്റെ പവേഴ്സ് ആഡ് ചെയ്യുക. കെ മൈനസ് 1 പ്ലസ് 1 ഇത് രണ്ടും ക്യാൻസൽ ആവും. ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ദ ഹോൾ റേസ് ടു കെ. സോ ഹെൻസ് വി സേ ദാറ്റ് പി കെ പ്ലസ് 1 is equal to lambda into lambda minus 1 raised to k base. Hence we say that the result is true for k plus 1 base എന്നുള്ളതാണ്. Therefore we say that the result is true for all values of n എന്നുള്ളതാണ്. Therefore Pn of lambda equal to lambda into lambda minus 1 raised to n is the chromatic polynomial. So hence we have proved this theorem. So we have discussed here two theorems. നമ്മളിവിടെ രണ്ട് തിയറംസ്, രണ്ട് കുഞ്ഞ് തിയറംസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം. അതുപോലെ നിങ്ങൾക്ക് നോട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഇതുവരെയുള്ളത്, അതായത് ഈ വീഡിയോ വരെയുള്ള നോട്ട്സ് മുഴുവനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഡൗൺലോഡ് ദ നോട്ട്സ് ഫ്രം ദെയർ ഇറ്റ് സെൽഫ്. അതിൻ്റെ ലിങ്ക് ഞാൻ ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം, അതല്ല, give me a message. I'll give you the link. You can download the notes from there itself. Thank you.